ഹലോ നമസ്കാരം, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രനും അലീനയും സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലെത്തി. സ്റ്റാലിൻ ജോസഫ് വാം വെൽക്കം ചെയ്യാട്ടോ, കൈ കൊടുത്തിട്ട് അതൊന്നും ഏറ്റുവാങ്ങാണ്ട് അലീന അങ്ങനെ സ്തംഭിച്ച് നിൽക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, നമ്മളന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാനൊന്നും തുറന്നു പറഞ്ഞില്ല, അതായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരു നാടകം കളിച്ചത്, അന്ന് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു എന്ന് പറയായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടതും അലീന അവിടെ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോവാട്ടോ. എന്നിട്ട് സ്റ്റാലിൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അവളെ ഒന്നും അറിയിച്ചില്ലേന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനെന്തു പറയാൻ, നിങ്ങളെല്ലാം പറഞ്ഞാൽ മതി, നിങ്ങളല്ലേ എല്ലാം ഒളിച്ച് കളിച്ചതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പറഞ്ഞത് എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഒന്നും അവളോട് പറഞ്ഞില്ലേന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫാണ് അലീനയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളാണ് അന്ന് വന്നതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ പിണങ്ങിപ്പോയെന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പിണങ്ങി പോവാനാ, അവളെ എങ്ങോട്ട് പോകാനാന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, ഞാനൊരു അപ്പോളജി പറഞ്ഞാൽ മതിയോന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോളജി മാത്രം പോരാ, പോകെ ഒരുപാട് പറയേണ്ടി വരും, ഞാനൊന്ന് അവളെ സമാധാനിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് അലീന അവിടെ ചാരി നിന്ന് കരഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. എന്നിട്ട് അലീനയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, മോളെ എന്ന് വിളിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് കള്ളത്തരം പറഞ്ഞില്ലേന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞില്ല, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എന്നോട് പേര് പോലും പറഞ്ഞില്ല, അന്ന് ലാലിച്ചെന്നാണ് പറഞ്ഞതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ലാലിച്ചൻ എന്നത് സ്റ്റാലിൻ്റെ നിക്നെയിമാണെന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നോട് കള്ളത്തരം പറഞ്ഞതെന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നീ 23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, സ്റ്റാലിൻ ജോസഫിന് ഇങ്ങനെ ഒരു മകളെ ജീവിച്ചിരുന്നുണ്ടെന്ന് പോലും അറിയില്ല, ഞാൻ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് വിശ്വസിക്കുമെന്ന് പറയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അന്വേഷിക്കണ്ടേ, അന്വേഷിച്ചാലും അതിന് തെളിവ് വേണ്ടേ, സത്യമാണെന്ന് തെളിഞ്ഞാലും നിന്നെ സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് വേണ്ടേന്ന് ചോദിക്കുകയാണ് അലീനയോട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഒരു മകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് സിനിമയല്ല, ഒരു മകളുണ്ടെന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇത് അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് നോക്കണം, കുടുംബം നോക്കണം, ഫാമിലി നോക്കണം, എല്ലാം നോക്കിയിട്ട് വേണ്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇവിടെ ആരും ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാണ്. വൈഫ് എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈഫും കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, വൈഫ് എവിടെ, എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയാനുള്ള താല്പര്യമില്ല എന്ന്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, അതൊക്കെ അറിയണമെങ്കിൽ നീ എല്ലാം ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിക്കണമെന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ അപ്പനോട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, അത് നിൻ്റെ അച്ഛനാ, എനിക്ക് അയാളോട് യാതൊരു താല്പര്യവും, എനിക്ക് അയാളെ ശത്രുവായിട്ടേ കാണാൻ വേണ്ടി പറ്റൂ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയാണ്. എന്നിട്ട് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സോറി അച്ഛാ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, അത് സാരമില്ല, നീ വാ എന്ന് പറഞ്ഞിട്ട് അലീനയെ കൂട്ടിക്കൊണ്ട് പോവാ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആൻ്റപ്പച്ചേട്ടനൊക്കെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ഡ്രൈവറായ ബൈജു അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബൈജു, എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു സിഗരറ്റ് വേണം. പൗലോസിനോട് ചോദിക്കുക, എൻ്റെ ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് ബൈജു പറയുന്നുണ്ട്, വന്നവരാരാന്ന് വല്ല പിടിയും കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻ്റപ്പച്ചേട്ടൻ എന്ന് പറയുന്നുണ്ട്, മറ്റത് പാലക്കാരന് അന്ന് വന്നിട്ട് പോയതില്ലേ എന്ന് പറയാണ്. എന്നിട്ട് ബൈജു പറയുന്നുണ്ട്, വണ്ടി കോട്ടയം രജിസ്ട്രേഷൻ, ആ പെണ്ണാരാണെന്നാ മനസ്സിലാവാത്തതെന്ന് പറയുന്നത്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, കല്യാണ പെണ്ണിനെ പോലെയാണ് വന്നിട്ടുള്ളതെന്ന് പറയാണ്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, നീ വേണ്ടാത്തൊന്നും പറയില്ലേ, അത് അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് പറയാണ്. എന്നിട്ട് അവർ തമ്മിൽ പറയാണ്, അദ്ദേഹത്തിൻ്റെ മകളാണെങ്കിൽ അവരെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അന്നേരം മറ്റേ ആൾ പറയുന്നുണ്ട്, എന്നോട് ഗസ്റ്റ് റൂം ഒരുക്കാനാണ് പറഞ്ഞത്, ചില സമയത്ത് അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുമായിരിക്കും, ചില സമയത്ത് അവൾ മാത്രം ഇവിടെ നിൽക്കുമായിരിക്കും, എന്നോട് ഏതായാലും ഗസ്റ്റ് റൂം റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. അന്നേരം ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട്, എന്തോ കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, അത് സാബിൻ്റെ മൂത്ത മോളെ ടാനിയരെ ഒരു ചെറിയ ലുക്ക് ഉണ്ട് എന്ന് പറയാണ്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ സാറിൻ്റെ ചേട്ടനും അനിയൻ്റെയും മോളായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് ബൈജു പറയുന്നുണ്ട്, എന്നിട്ടെന്താ നമ്മൾ ഇത്രനാളും കാണാതിരുന്നത്. അന്നേരം ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, ആ പാലക്കാരൻ ഇവിടെ വന്നതിന് ശേഷം സാറ് ഭയങ്കര ടെൻഷനിലായിരുന്നു, അതിനുശേഷം സാറ് പാലയ്ക്ക് പോയിരുന്നു, അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. പിന്നെ അവർ 3 പേരും അവരവരുടെ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് സ്റ്റാലിൻ ജോസഫ് ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, എല്ലാം ഒന്ന് പെട്ടെന്ന് റെഡിയാക്കണേന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകും.
പോവാണ്. പിന്നെ കാണിക്കുന്നത് അലീനയും ബാലചന്ദ്രനാട്ടോ. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്ത് സ്റ്റാലിൻ ജോസഫ് അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവളെ പണക്കം മാറ്റുമെന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് സാരമില്ല, ഞാനൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഈസി അല്ല എന്ന്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് താങ്കൾ പറഞ്ഞ അതേ സിറ്റുവേഷനാണ് ഉള്ളത്, ചിലവർക്ക് പെട്ടെന്ന് ഇണങ്ങാൻ പറ്റില്ല. എന്നിട്ട് സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട് ഞാൻ പട്ടാളത്തിലായതുകൊണ്ട് ആൾക്കാരോട് അങ്ങനെ ഇടപെടാനെന്ന് എനിക്കറിയില്ല. അപ്പച്ചൻ പണ്ട് പറയായിരുന്നു നീ വെറും മുഷിരടനാണെന്ന് പറയായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് അപ്പച്ചൻ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവൾ കുറച്ച് ഇമോഷണലാണ്, സ്നേഹം ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയാണ്. പിന്നെ സ്നേഹം പുറത്ത് മാത്രം കാണിച്ചാൽ പോരാ, ഉള്ളിലും ഉണ്ടാവണം, അത് ഇവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അതൊക്കെ ഇനി ഞാൻ പഠിക്കണം, ഒരു കാലത്ത് എല്ലാം എനിക്ക് കിട്ടിയിരുന്നു, അതിനേക്കാളും ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഇനിയും എനിക്ക് പഠിക്കണമല്ലേ എന്ന് പറയാണ് ബാലചന്ദ്രനോട്. എൻ്റെ സ്റ്റാലിൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ഇവിടെ കുക്ക് ഒക്കെ ഉണ്ട്, ബാലചന്ദ്രൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും അവർ ഉണ്ടാക്കി തരുമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഓ അതൊന്നും വേണ്ട, നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടുന്ന് എന്തായാലും ചായ ആയാലും കോഫി ആയാലും കഴിച്ചേ പറ്റൂ, ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുന്ന് എനിക്ക് നല്ല ഒരു കോഫി തന്നില്ലേ, ഇവിടുന്നും നല്ലൊരു കോഫി കിട്ടുമെന്ന് വിചാരിക്കാമെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനൊരു ഡ്രൈവറായിട്ട് വന്നതാണ്, വേണമെങ്കിൽ എനിക്കൊരു ഡ്രൈവറെ വിട്ടാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റാണ്, നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ശരി, ഞങ്ങളിനി നിഷേധിക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അലിനിയോട് പറയുന്നുണ്ട് മോളെ അവിടുന്ന് കാർന്ന് പെട്ടിയെടുക്കേണ്ടതെന്ന്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അതൊക്കെ ആൻ്റപ്പൻ എടുത്തോളും, അതുകൊണ്ട് നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട, വാ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ. അങ്ങനെ 3 പേരും ഡൈനിങ് ടേബിളിൽ പോയിരിക്കുക കേട്ടോ. അവിടെയാണെങ്കിൽ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പൗലോസ് ചായ എടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് ഇതാണ് പൗലോസ്, ഇതാണ് ഇവിടുത്തെ കുക്ക്, ഇവരുടെ കയ്യിലാണ് നമ്മളെ ജീവൻ എന്ന് പറയാണ്. എന്നിട്ട് പൗലോസിനോട് പറയുന്നുണ്ട് ആൻ്റപ്പനൊന്ന് വിളിക്കുകയെന്ന് പറയാണ്. ആൻ്റപ്പനെ വിളിക്കുന്ന സമയത്ത് ബൈജുവിനെയും കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ 3 ആളും അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അലീനയെ പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ മോള് അലീന. ആ സമയത്ത് അവർ 3 പേരും ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, എനിക്കും അറിയില്ലായിരുന്നു, ഞാൻ ആഗ്രയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ആ സ്ത്രീയിൽ ജനിച്ച കുഞ്ഞാണ് ഇതെന്ന് പറയാണ്. 23 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ കാണുന്നതെന്നും ഇത്ര നാളും എനിക്കറിയില്ലായിരുന്നു എന്ന് ഒക്കെ അവരോട് പറയാം കേട്ടോ. എന്നിട്ട് അലീന ചായ കുടിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചായ ഇഷ്ടപ്പെട്ടില്ലേ ഇല്ലേന്ന്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് എല്ലാ വീട്ടിലെയും ചായ വ്യത്യസ്തമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീന എന്നോട് സംശയം ചോദിച്ചു സ്റ്റാലിന് ഭാര്യ മക്കളൊന്നും ഇല്ലേന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഉണ്ട്, ഭാര്യയുണ്ട് മക്കളുണ്ട്, ഞാനിവിടെ തോട്ടം നോക്കാൻ വേണ്ടിയിട്ട് ഈ വീട് വാങ്ങിച്ചതാണ്, ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് മാറിയെന്ന് പറയാണ്. എല്ലാവരെയും പരിചയപ്പെടാൻ ധൃതി വെക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രനോട് അലീനയോടും പറയുന്നുണ്ട് ചായ മാത്രം കുടിച്ചാൽ പോരാ, കഴിക്കുകയും വേണം എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ ഒരു ജോലിയുമില്ല, ഇവിടെ കഴിച്ചാൽ മാത്രം മതി എന്ന് പറയാണ്. ഇപ്പോൾ തന്നെ അത് കഴിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഇവിടെ അലീനയ്ക്ക് ഒരു ജോലിയില്ല, എല്ലാത്തിനും എല്ലാ പണിക്കാരും ഉണ്ട്, ഇവിടെ TV കാണോ ബുക്ക് വായിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ നായ്ക്കളോട് കൂട്ടുകൂടുകയും ചെയ്യാമെന്ന് പറയാണ്. അവിടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.